ബാക്ക് ടു സൈലം ലേണിംഗ് അനിറ്റമിസ് ആണ്. അപ്പോൾ മക്കളെ നമ്മുടെ എക്സാം ഇതാ എത്തിപ്പോയി. നമ്മുടെ ഏറ്റവും അവസാനത്തെ നമ്മുടെ വാർഷിക പരീക്ഷയാണ്, ആനുവൽ എക്സാം ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില ചോദ്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്താനാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് മിസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് മക്കളെ, താഴെ നൽകിയിരിക്കുന്ന സസ്യങ്ങളെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക. താഴെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ചീര, കപ്പ, കാച്ചില്, മത്തന്, ഇലമുളച്ചി, വെണ്ട, ചേമ്പ്, നിശാഗന്ധി, മുരിങ്ങ, ചേന. ഇത്രയും ഐറ്റംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾക്കനുസരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പട്ടികപ്പെടുത്താനായിട്ട് പറ്റും? നമുക്ക് എത്ര കോളമാക്കി മാറ്റാനായിട്ട് പറ്റും? വിത്ത് നട്ട് ഉണ്ടാവുന്നത് ഏതൊക്കെ, അതുപോലെ കമ്പ് നട്ട് ഉണ്ടാവുന്നത് ഏതൊക്കെ, ഇനി കിഴങ്ങ് നട്ടുണ്ടാവുന്നത് ഏതൊക്കെ, ഇല നട്ടുണ്ടാവുന്നത് ഏതൊക്കെ, അങ്ങനെ നമുക്ക് ഈ പറയുന്ന 4 രീതിയിൽ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. അതിൽ തന്നെ വിത്ത് നട്ടുണ്ടാവുന്നതാണ് ചീര, മത്തൻ, വെണ്ട. അതുപോലെ കമ്പ് നട്ടുണ്ടാവുന്നതാണ് കപ്പ, കോവൽ, മുരിങ്ങ. ഇനി കിഴങ്ങ് നട്ടുണ്ടാവുന്നതാണ് നമ്മുടെ കാച്ചില്, ചേമ്പ്, ചേന. ഇല നട്ടുണ്ടാവുന്നതാണ് ഇലമുളച്ചി, അതുപോലെ തന്നെ നിശാഗന്ധി. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടല്ലോ. ഇനി മാതൃക പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂർത്ത പല്ലുള്ള ചെന്നായ, ഉണ്ട കണ്ണുള്ള ചെന്നായ, കൂർത്ത പല്ലും ഉണ്ട കണ്ണുമുള്ള ചെന്നായ. അപ്പൊ ഇത് നമുക്കൊരു മാതൃക തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എഴുതണം. എല്ലാവരും മൂക്ക് വിടർത്തി, എല്ലാവരും മണം പിടിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? എല്ലാവരും മൂക്ക് വിടർത്തി മണം പിടിച്ചു. ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? എല്ലാവരും മൂക്ക് വിടർത്തി മണം പിടിച്ചു. നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മാതൃക തന്നിട്ട് നിങ്ങളോട് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റണം. ഇനി അടുത്ത ചോദ്യം, ആരോഗ്യകരവും അനാരോഗ്യകരവും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു സ്മൈലി നിങ്ങൾക്ക് അവിടെ വരച്ചു ചേർക്കണം. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് എന്താണ്? ദിവസവും കുളിച്ച് ശുചിയായി ഇരിക്കുന്നു. അത് നല്ലതാണോ ചീത്തയാണോ? അത് ആരോഗ്യമുള്ളതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? യെസ്, നമുക്ക് ജസ്റ്റ് അതുപോലെ ഒന്ന് വരയ്ക്കാം. ഒരു വട്ടം വരയ്ക്കണം. എന്നിട്ട് നമ്മൾ 2 ഹാർട്ടൊക്കെ ഇട്ട് കൊടുക്കണം അല്ലേ? അതുപോലെ വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദിവസേന വീടും പരിസരവും തൂത്തുവാരുന്നു. അതും എന്താണ്? നല്ല കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഹാർട്ട് ഇട്ട് കൊടുക്കാം. യെസ്, 2 കണ്ണൊക്കെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിരിച്ച് നിൽക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത്, കൊതുകുകൾ വളരുന്നതിന് സഹായിക്കുന്ന തരത്തിൽ വീടിൻ്റെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? അത് നല്ലതല്ല അല്ലേ? അപ്പോൾ നമുക്ക് ചിരിക്കണ്ട, നമുക്ക് കരയാം. ഓക്കെ, യെസ്, അതാ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ക്ലാസ്, ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ കോണ്ടന്റും, എല്ലാ വീഡിയോസും, എല്ലാ ഷോർട്സും ഒക്കെ നിങ്ങൾ മുടങ്ങാതെ കാണുക. ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.